കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വി എസ് സുനിൽകുമാർ പറയുകയാണ് ഇവിടെ നിന്നും നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇലക്ഷന് സമയത്ത് പോയിട്ടുണ്ട്, ഇലക്ഷന് മുന്നേ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അതിന്മേൽ നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലോ ഇപ്പോൾ സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു ആരോടൊക്കെയാണ്? വി എസ് സുനിൽകുമാറോട് ആവശ്യപ്പെടുന്നു, ടി എൻ പ്രതാപനോട് ആവശ്യപ്പെടുന്നു. ഇരട്ട വോട്ട് കണ്ടെത്തി വാരന്മാരെ തിരഞ്ഞു നടക്കുന്ന കേന്ദ്ര സഹമന്ത്രിയോട് ചോദിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇരട്ട വോട്ടുകളുടെ വിവരം മറുപടി പറഞ്ഞോ? ഇല്ല. അതെല്ലാം കമ്മീഷൻ പറഞ്ഞോളും എന്ന ധാർഷ്ട്യത്തിൽ മറുപടി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ധാർഷ്ട്യത്തിനാണ് ഈ പറഞ്ഞ ഈ ഇംപീച്ച്മെന്റ് നടപടി എന്ന മറുപടി നൽകാൻ പോകുന്നത്. 3-2 ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പരാജയപ്പെടുമായിരിക്കാം. പക്ഷേ ഇതൊരു സന്ദേശമാണ്, ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നു. ഈ അമ്മ പെങ്ങന്മാരെ കുറിച്ചൊക്കെ വലിയ ഖേദം പ്രകടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അച്ഛന്മാരുടെ പേരിൽ ABCD എന്ന് വരുന്നതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ലല്ലോ. അതിനെക്കുറിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഇനി പറയുന്ന ഈ തെരുവിൽ കഴിയുന്നവർക്ക് പോലും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്ന് പറഞ്ഞ് അതിൽ വികാരപരമായി പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നിന്നും 2.5 കോടി പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പോകുന്നതിനെക്കുറിച്ച് ഒരു ഖേദവുമില്ല എന്നുള്ളത് കൃത്യമായ മറുപടിയാണ്. എന്താണ് ഈ രാഷ്ട്രീയ പ്രസംഗം? ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ കേട്ടിട്ടേയില്ല. രാഷ്ട്രീയക്കാർക്ക് ഞങ്ങളെ ഭരിക്കാൻ അധികാരമില്ല, മാറി നിൽക്കൂ എന്ന TN ശേഷന്റെ ധാർഷ്ട്യമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ